ഭൂരിപക്ഷം കിട്ടിയിട്ട് ഒരാളെ മുഖ്യമന്ത്രിയാക്കാവുന്നേ. അന്നേരം ആലോചിക്ക്. പഴയ കഥകളൊന്നും ആരും മറക്കരുത്. ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. അത് എങ്ങനെയാണ് ഇല്ലാതായതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും നാട്ടുകാർക്കും അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അത് മറക്കരുത്. അപ്പൊ നിങ്ങളൊരു കാര്യം തീരുമാനിക്കും, UDF-നെയും കോൺഗ്രസിനെയും ജയിപ്പിക്കാനെന്ന് തീരുമാനിക്കുക. അതനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കാം. അതല്ലേ അതിന്റെ ഒരു ഭംഗി. കോൺഗ്രസിന്റെ മറ്റൊരു പ്രശ്നം, എല്ലാവരും KPCC പ്രസിഡന്റ് ആവും. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, സണ്ണി ജോസഫ്. എല്ലാവരും പക്ഷേ പ്രസിഡന്റുമാരാ. ചാനൽ ലേഖകന്മാരുടെ മൈക്ക് കണ്ടാൽ മതി. അപ്പൊ ഒരു 2 മിനിറ്റ് അവിടെ ഒരു പോസ് കൊടുക്കും, ഒന്ന് നിൽക്കും, ചോദിച്ചോ എന്ത് വേണേലും പറയാന്നുള്ള മട്ടില്. ചാനലുകാര് വാർത്താക്ഷാമമായിട്ട് നിൽക്കുന്നവർ, അവർക്ക് വാർത്ത വേണം. പറ്റുമെങ്കിൽ അങ്ങ് പരസ്പരം അടുപ്പിച്ച് സന്തോഷിക്കണം, അവർക്കതാ വേണ്ടത്. അവിടെ നിന്നിട്ട് അങ്ങോട്ട് കൊടുക്കും ബൈറ്റ്. പലപ്പോഴും പാർട്ടിക്കെതിരാ, പാർട്ടിയുടെ നിലപാടിനെതിരായിരിക്കും, അല്ലെ പാർട്ടിക്ക് ദോഷം വരുന്ന രീതിയിലായിരിക്കും ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്.